പ്രഭാകരന്റെ വീട്ടിൽ നിലവിളക്ക് തെളിഞ്ഞതിനൊപ്പം മഗ്രിബ് ബാങ്ക്. നോമ്പ് തുറക്കൊപ്പം വീട്ടിനകത്ത് വിരിച്ച മുസല്ലയിൽ നമസ്കാരം. നിസ്കാരത്തിന് നേതൃത്വം നൽകി മുനവ്വർ അലി തങ്ങളും. റമദാൻ വ്രതത്തിന്റെ ആത്മനിർവൃതിയിൽ വെസ്റ്റേൺ പ്രഭാകരന്റെ വീട്ടിലെ നോമ്പുതുറ കാഴ്ചകളാണിത്. കഴിഞ്ഞ 37 വർഷമായി മുടങ്ങാതെ നോമ്പനുഷ്ഠിക്കുന്ന പ്രഭാകരന്റെ വീട്ടിൽ എല്ലാ കൊല്ലവും മുടങ്ങാതെ ഇഫ്താർ സംഗമവും നടക്കുന്നുണ്ട്. വളാഞ്ചേരി കോട്ടീരി പൊന്നാത്ത് വെസ്റ്റേൺ പ്രഭാകരന്റെ വീട്ടിൽ തെളിഞ്ഞ നിലവിളക്കിൻ പ്രകാശത്തിനൊപ്പം പുറത്ത് മഗ്രിബ് ബാങ്കുലി ഉയരുന്നുണ്ടായിരുന്നു. അതോടെ വീട്ടിൽ കൂടിയവരെല്ലാം നോമ്പ് തുറക്കാൻ ആരംഭിച്ചു. പ്രഭാകരന്റെ ഭാര്യ എം ഉഷ ഉമ്മറപ്പടിയിൽ കൊളുത്തിയ നിലവിളക്കിൻ പ്രകാശത്തിൽ വീട്ടിലൊരുക്കിയ ഇഫ്താർ സംഗമത്തിനെത്തിയവർ അകത്തും പുറത്തുമായി വിരിച്ച മുസല്ലയിൽ മഗ്രിബ് നമസ്കാരത്തിലേക്കും കടന്നു. വർഷങ്ങളായി മുടങ്ങാതെ കോട്ടീരി വെസ്റ്റേൺ പ്രഭാകരന്റെ വീട്ടുമുറ്റത്ത് കാണുന്ന കാഴ്ചയാണിത്. കഴിഞ്ഞ 37 വർഷമായി മുടങ്ങാതെ പ്രഭാകരൻ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇക്കുറി പ്രഭാകരന്റെ വീട്ടിൽ നടന്ന ഇഫ്താർ സ്നേഹസംഗമം മതത്തിനും പ്രത്യയശാസ്ത്രത്തിനും അപ്പുറം സൗഹാർദ്ദത്തിന്റെയും സ്നേഹം പങ്കുവെക്കലിന്റെയും വേറിട്ട അനുഭവമായി. തീർച്ചയായും പ്രഭാകരന്റെ ഈ ഒരു ഇഫ്താർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസം പെരുന്നാൾ റമദാൻ വരുമ്പോഴും ഈ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് നോമ്പ് തുറക്കുന്ന ദിവസം കൂടിയാണ്. മറ്റുള്ള എല്ലാ വിഭാഗീയതവും വിദ്വേഷവും ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളൊരു മനുഷ്യരായി അല്പനേരമെങ്കിലും മാറിയിരിക്കാൻ നമുക്ക് സാധിക്കുന്നൊരിടമാണ് നമ്മുടെ സുഹൃത്ത് പ്രഭാകരൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരത്തിന് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. 21ാമത്തെ തവണയാണ് പ്രഭാകരൻ വീട്ടിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തുന്നത്. 1988 സുഹൃത്ത് മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിൽ 10 ദിവസത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ വ്രതമെടുത്ത് നോക്കാമെന്ന് കരുതി തുടങ്ങിയ വ്രതാനുഷ്ഠാനമാണ് ഇന്ന് 37ാം വർഷത്തിൽ റമദാനിലെ മുഴുവൻ വ്രതവും അനുഷ്ഠിക്കുന്നിടത്തെത്തി നിൽക്കുന്നത്. ഇതിനിടയിൽ ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തെ നോമ്പ് മാത്രമാണ് മുടങ്ങിയത്. പൂജാറും തുറന്നിട്ട് ഇവിടെ എല്ലാം തുറന്നിട്ടാണ്. എല്ലാവർക്കും എവിടെയും പ്രവേശിക്കാം. എനിക്കും അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് ആരാധനാലയങ്ങളിലും പ്രവേശിക്കാൻ എനിക്കിഷ്ടമാണ്. പെർമിഷൻ കിട്ടിയാൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും പ്രവേശിക്കാം. ഇതിനകത്താണ് നിസ്കരിക്കാനുള്ള, വീടിനകത്താണ് നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാ വർഷവും ഏർപ്പാടുണ്ടായി കൊടുക്കാനുള്ളത് ഞാൻ തന്നെയാണ് മസല്ല ഇരിച്ചു കൊടുക്കാറുള്ളത്. അത്താഴത്തിനും നോമ്പ് തുറയ്ക്കും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ മിതമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. അതിനാൽ തന്നെ നോമ്പ് സമയങ്ങളിൽ ഒട്ടും ക്ഷീണം അനുഭവപ്പെടാറില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 17 വർഷം മുൻപ് ആരംഭിച്ച വളാഞ്ചേരി ആസ്ഥാനമായ ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് പ്രഭാകരൻ. കേരള വിഷൻ, വളാഞ്ചേരി.